ക്യാപ്സിക്കത്തിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോണത്. ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിൽ ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം, നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. ആ സമയത്ത് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ അത് വഴറ്റണം. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് അലങ്കാരത്തിനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.